ശീല പ്രഭുപാദ് की जय, ശീല ഗുരുദേവ് की जय, നിതായ് ഗൗര പ്രമാനന്ദേ ഹരി ഹരി ബോൽ. രാധാമാധവന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ ഗോപീജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, യമുന തീര വനചാരി, ജയ രാധ മാധവ കുഞ്ച ബിഹാരി, ജയ ഗോപീജന വല്ലഭ ഗിരിവരധാരി, ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, യമുന തീര വനചാരി, ജയ രാധ മാധവ കുഞ്ച ബിഹാരി, ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ്, ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ, ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശീല പ്രഭുപാദ്, ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ്. നിതായ് ഗൗര ഹരി ബോൽ ഹരി ബോൽ, നിതായ് ഗൗര ഹരി ബോൽ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ശ്ലോകം അധ്യായം സ്കന്ധം 1 അധ്യായം 3 ശ്ലോകം 7 അതിനു മുമ്പ് നമുക്ക് ഗുരുപ്രാർത്ഥനയും കൂടെ ചെയ്യാം. ഓം അജ്ഞാന തിമ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം രജ്ജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാൻ ശ്രീ വിശാഖാന്വിതാൻ ച ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗദാം മഹീം ഉദ്ധരിഷ്യന്നുപാദത്തെ യജ്ഞേശ സൗകരം ബഭുഃ. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗദാം മഹീം ഉദ്ധരിഷ്യന്നുപാദത്തെ യജ്ഞേശ സൗകരം ബഭുഃ. ഹരേ കൃഷ്ണ. ദ്വിതീയം രണ്ടാമത്തെ, തു എന്നാൽ,
ഭാവായ ക്ഷേമത്തിനായി അസ്യ ഈ ഭൂമിയിൽ രസതല നിമ്നതലങ്ങളിൽ രസാതലം ഗതി പോയി മഹീം ഭൂമി ഉദ്ധരിഷ്യൻ ഉയർത്തുന്നു ഉപാദത്ത സ്ഥാപിച്ചു യജ്ഞേശ നിയന്ത്രകൻ അഥവാ പരമ ഉപഭോക്താവ് സൗകരം പന്നിയെ പോലുള്ള വരാഹ ബഭുഹു അവതാരം. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. സർവയജ്ഞങ്ങളുടെയും പരമഭോക്താവായ ഭഗവാൻ വരാഹാവതാരം രണ്ടാം അവതാരം സ്വീകരിച്ച് ഭൂമി ക്ഷേമാർത്ഥം ഭൂമിയെ പ്രപഞ്ചത്തിന്റെ അധോലോക രസാതലത്തിൽ നിന്നും ഉയർത്തി. ഭാവാർത്ഥം പരമദിവ്യോത്തമ പുരുഷന്റെ ഓരോ അവതാരവും നിർവഹിച്ച വിശേഷ കർമ്മവും വിശദീകരിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് ഇത്. സവിശേഷ കർമ്മമില്ലാത്ത യാതൊരു അവതാരവും ഇല്ല. ഭഗവത് ലീലകൾ സദാ അസാധാരണവും സർവാതിശായിയുമാകുന്നു. ഏതൊരു ജീവസത്തയ്ക്കും നിർവഹിക്കാൻ അസാധ്യമായവയാണത്. അശുദ്ധ വിഷയങ്ങളുടെ അതിശക്ത തലത്തിൽ നിന്നും പൃഥ്വിയെ വീണ്ടെടുക്കാൻ പരമദിവ്യോത്തമ പുരുഷന് അവതാരം എടുക്കേണ്ടി വന്നു. അശുദ്ധമായ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും എടുക്കുവാൻ വരാഹത്തിന് കഴിയുന്നു. സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷൻ ഈ അത്ഭുതത്തെ അത്തരം അശുദ്ധ സ്ഥലത്ത് ഭൂമിയെ ഒളിപ്പിച്ച അസുരന്മാർക്ക് കാട്ടിക്കൊടുത്തു. പരമദിവ്യോത്തമ പുരുഷന് അസാധ്യമായിട്ടൊന്നുമില്ല. വരാഹമായി അദ്ദേഹം ഭഗവാൻ അവതരിച്ചുവെങ്കിലും സദാ അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തെ ഭക്തർ ആരാധിക്കുന്നു. ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീം. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. നമ്മളപ്പോ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചാണ് പറയാൻ തുടങ്ങുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി ഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു എന്നും ബ്രഹ്മാവിൽ നിന്ന് മനുവിനെ സൃഷ്ടിച്ചു, മനുക്കള് വന്നുവെന്നും അതുപോലെ തന്നെ ഇന്നലെ മനസ്സിലാക്കിയതാണ് സനകാദി മുനിമാര് 4 പേര് കുട്ടികള് പോലെയുള്ള ആ മഹായോഗികള് വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഭഗവാന്റെ തന്നെ അവതാരം പറയുന്നു. അപ്പോ ഈ അവതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അവതാരം എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക, അവതരിക്കുകയാണ്. ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമി അഹം. ഞാൻ ഇവിടെ ഇറങ്ങി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഭക്തരെ രക്ഷിക്കാനും ഇവിടെ അധർമ്മികളെ ശിക്ഷിക്കാനുമായിട്ട്. അപ്പൊ അത്ര കരുണാമയനാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന് ഭക്തവത്സലൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഭഗവാന് ജ്ഞാനവത്സലൻ എന്നൊന്നും പറയില്ല. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് ഭക്തവത്സലൻ എന്നാണ്. കാരണം ഭഗവാൻ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതായത് ഭഗവാൻ അത്ര എളുപ്പത്തില് സുദുർലഭമാണ് ഭഗവാന്റെ ഭക്തി നമുക്ക് കിട്ടുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ എന്ത് വേണമെങ്കിലും 5 തരം മുക്തികളൊക്കെ ഉണ്ട്. ആ മുക്തി ഏത് വേണമെങ്കിലും ഭഗവാൻ നമുക്ക് തരും. എത്ര നമ്മൾക്ക് എന്താ പറയാ ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെല്ലാം വേണം ഭൗതികമായിട്ടുള്ളതാണെങ്കിൽ കൂടെ വേണമെങ്കിൽ ഒരു പക്ഷെ ഭഗവാൻ തരാം. എന്നാൽ ഭഗവാൻ ഭക്തി തരാൻ, ഭക്തിയുടെ സേവനം തരാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭക്തിയുടെ സേവനം അല്ലെങ്കിൽ ഭക്തന്മാരിൽ അത്രയും പരിശുദ്ധ ഭക്തൻ വന്നാൽ ഭഗവാൻ പോലും ആ ഭക്തനെ സേവ ചെയ്യും. അത്രയ്ക്ക് ഭഗവാന് ആ ഭക്തനോട് ഇഷ്ടമാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ഭക്തി കിട്ടുക എന്ന് വെച്ചാൽ എളുപ്പമല്ല. അപ്പൊ ഇവിടെ എന്താ പറയണത്? നമ്മള് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ അവതരിക്കുന്നു എന്ന് നമ്മൾ പറയണം. അപ്പൊ നമുക്കറിയാം ഭഗവാന് 6 തരത്തിലുള്ള അവതാരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ഭഗവത്ഗീതയിലെ എല്ലാണ്ടും പറയുന്നുണ്ട്. അതായത് പുരുഷാവതാരം. അപ്പൊ ആ പുരുഷാവതാരത്തിലാണ് ഭഗവാൻ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ വരുന്നുണ്ട്. പുരുഷാവതാരം, ഗുണാവതാരം, പുരുഷാവതാരത്തില് കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, ക്ഷമിക്കണം. പിന്നെ ഭഗവാന്റെ ഗുണാവതാരത്തിലാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, സത്വരജ തമോ ഗുണങ്ങൾക്ക് അധിഷ്ഠാനമായിട്ട് വരും. ലീലാവതാരത്തിലാണ് ഭഗവാന്റെ മത്സ്യ, കൂർമ്മ, വരാഹം എന്നുള്ള ഈ അവതാരങ്ങളെല്ലാം വരുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ ഒരു ലീലയാടെയാണ്. എന്താണ് ആ ലീല? ഭഗവാന്റെ
അതായത് മന്വന്തരം ആദ്യത്തെ മനു സ്വയംഭൂ മനു ഉണ്ട്. സ്വയംഭൂ മനു എന്താണ് നമ്മള് ബ്രഹ്മാവ്, രുദ്രൻ, അതേപോലെ തന്നെ സനകാദി മഹർഷികൾ എല്ലാവരും വന്നപ്പോ അവരോട് പ്രജകളെ സൃഷ്ടിക്കാനായിട്ട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇല്ല, ഞങ്ങളെല്ലാവരും രുദ്രൻ സൃഷ്ടിച്ചത് കണ്ടപ്പോ പേടിയായി ബ്രഹ്മാവിന്. പക്ഷെ സനകാദി മുനികൾ എന്താ പറഞ്ഞേ, ഞങ്ങളൊക്കെ എല്ലാം ഭഗവാന്റെ ഭക്തരാവാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറും. അവസാനാണ് സ്വയംഭൂ മനുവിനെ വരുന്നത്. അപ്പൊ മനു അത് ഏറ്റെടുക്കുകയാണ്, ഞാൻ സൃഷ്ടി ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ സൃഷ്ടി കർമ്മത്തിനായിട്ട് മനു ഇറങ്ങി. മനു അപ്പൊ ചോദിക്കുകയാണ്, മക്കളെല്ലാം എവിടെയാണ് ഞങ്ങൾ നിൽക്കുക, ഞങ്ങളുടെ സ്ഥാനം എവിടെയാണ് എന്ന് മനു ചോദിക്കും. അപ്പോഴാണ് ഭൂമി അവിടെ ഇല്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഭൂമി അങ്ങനെ താന്നുപോയി എന്നാ പറയണത്. ആദ്യം നമ്മള് വരാഹാവതാരം എടുക്കുന്നതിന് മുന്നേ ഭൂമി താന്നു പോയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പൊ ബ്രഹ്മാവിന് ആകെ വിഷമായി, എങ്ങനെയാണ് അതൊന്നും എടുത്തു വരിക, ഭഗവാന്റെ കാരുണ്യം ഇല്ലാണ്ട് ഒന്നും സാധിക്കില്ല. അപ്പൊ ഭഗവാനെ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോ ആ ഭഗവാൻ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രഹ്മാവിന്റെ മൂക്കിൽ കൂടെ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു സാധനം ബ്രഹ്മാവിന്റെ മൂക്കിൽ കൂടെ വരും. പെട്ടെന്നാണ് ബ്രഹ്മാവ് അത് കാണുന്നത്. പെട്ടെന്ന് അത് വളർന്ന് വലിയൊരു എന്താ പറയാ ആകാശമുട്ട, നമ്മുടെ കണക്കിന് ആകാശമുട്ട എന്ന് പറയാം. പക്ഷെ ഭഗവാൻ സത്യലോകം ബ്രഹ്മലോകം വരെ അത്രയും വലുതായി എന്നാ പറയുന്നത്. അപ്പം അത്രയും വലിയ ഒരു ഇതിലേക്ക് അങ്ങോട്ട് മാറുകയാണ്. അങ്ങനെ വന്ന ആ സൂകര രൂപം, അതായത് ഭഗവാൻ സൂകര രൂപം ധരിച്ചത് എന്തിനാ? സൂകര രൂപം ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഭഗവാന് അശുദ്ധമായ സ്ഥലത്ത് നിന്ന് പോലും എന്തും എടുക്കാൻ സാധിക്കും. അപ്പം നമ്മൾക്ക് 14 ലോകങ്ങളുണ്ട് എന്നുള്ളത് അറിയാം. അപ്പൊ അതില് ഭൂമിയിൽ നിന്ന് താഴേക്കുള്ള അതലം, സുതലം, വിതലം, തലാതലം, രസാതലം, അങ്ങനെ 7 ലോകങ്ങൾ താഴേക്കുണ്ട്. അതില് രസാതലത്തിലാണ് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം. ആ രസാതലത്തിലാണ് ഭൂമിയെ കൊണ്ടേ നിർത്തിയതെന്നാണ് പറയണത്. അപ്പോ അവിടേക്ക് ഊളിയിട്ട് ഇറങ്ങണം അല്ലെ. അപ്പൊ പെട്ടെന്ന് നമുക്കൊരു ഇതിൽ പറ്റില്ല. പക്ഷെ ഭഗവാന് വലിയ തേറ്റകളുണ്ട്, നല്ല എന്താ പറയാ വെള്ള കളറായിട്ടുള്ള തേറ്റകളുണ്ട്. അപ്പൊ ആ തേറ്റകൾ ഉപയോഗിച്ച് ഭൂമി എടുക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ആ താഴത്തേക്ക് അങ്ങനെ ഊളിയിടുകയാണ്. അപ്പൊ ഇവിടെ ഗർഭോദകശായി വിഷ്ണു ആ ബ്രഹ്മാണ്ടത്തിന്റെ പകുതി വരെ സ്വന്തം വിയർപ്പിനാൽ നിറച്ചിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ അതിൽ ഊളിയിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങി കഴിയുമ്പോ ആ ഭൂമി ദേവിയെ സ്വന്തം തേറ്റയിലേക്ക് എടുത്ത് കൊണ്ടുവരും ഭഗവാൻ. അപ്പൊ ആ തേറ്റയിലേക്ക് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ജയദേവ കവികള് ഭഗവാന്റെ ആ രൂപം, സുഗര രൂപത്തിനെ പറ്റി പറയുന്നുണ്ട്. വസതി ദശന ശിഖരേ, വസതി ദശന ശിഖരേ, ധരണി തവലഗ്നാം. അതായത് ആ വസതി ദശന ശിഖരെ, ആ ഇതില്ലല്ലോ തേറ്റ, അതിലേക്ക് ധരണി തവലഗ്ന, ആ ഭൂമി ദേവിയെ ഒട്ടിച്ചു വെച്ചു എന്നാ പറയണത്. എന്നിട്ട് എന്താ പറയണത്? ശശിനി കളങ്ക കലേവ നിമഗ്ന. അതായത് നമ്മൾ ചന്ദ്രനെ കണ്ടിട്ടുണ്ടല്ലോ, ചന്ദ്രന്റെ മുകളില് ആ ഒരു കളങ്കം നമ്മൾ കാണുന്നുണ്ട്. ആ കളങ്കം എന്ന് പറയുമ്പോൾ ആ ചന്ദ്രനിലുള്ള കളങ്കം എന്ന് പറയുന്നതിനെ ഒരു ഉപമയായിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതേപോലെ ഈ ഭൂമി ഭഗവാന്റെ നിമഗ്നം, അതങ്ങനെ ചേർന്നു പോയി. അത് അത്രയും ഭംഗിയായിട്ട് ആ തേറ്റ, വെള്ള കളറുള്ള ആ തേറ്റയില് ഭഗവാനെ കൊണ്ടുവന്നു. എന്നിട്ട് പറയണു, കേശവാധൃത സൂകര രൂപ, കേശവാധൃത സൂകര രൂപ. അതിന്റെ അർത്ഥം ഭഗവാൻ വരാഹമാണെന്നല്ല, സൂകര രൂപനാണ് ഭഗവാൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഭഗവാൻ ഒരു വരാഹമായിട്ട് സ്വയം അവതരിക്കുകയാണ് ചെയ്തത്. അതിന്റെ അർത്ഥം ഭഗവാൻ വരാഹാണെന്നല്ല, ഭഗവാൻ ഏത് രൂപത്തിലും എവിടെയും എങ്ങനെയും നമുക്ക് കാണാൻ പറ്റും. നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിലും ഈ ലോകം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നത് ഭഗവാനാണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള ആ ഭഗവാൻ ജയ ജഗദീശ ഹരേ, ആരാണ്? ജയ ജഗദീശൻ, ജഗത്തിന്റെ മുഴുവനും ഈശനാണ് ഭഗവാൻ എന്ന് ജയദേവ കവികള് ഭഗവാന്റെ സൂകര രൂപത്തിനെ പറ്റി പറയുന്നുണ്ട്. ശശിനി കളങ്ക കലേവണി മഗ്ന, ശശിനി കളങ്ക കലേവണി
കേശവാധൃത സുകരരൂപ ജയ ജഗദീശ ഹരേ ഗോപാലകൃഷ്ണ. ഗോപാലകൃഷ്ണ, ഗോപന്മാരുടെ എല്ലാത്തിന്റെയും അധിപനായിട്ടുള്ള ആ ഭഗവാന് പറയണ ഗോപാലകൃഷ്ണ ജയ ജഗദീശ ഹരേ. ഇത് ജയദേവ കവികളുടെ ദശാവതാര സ്തോത്രത്തിലെ 3ാമത്തെ സ്തോത്രാണിത്. അപ്പൊ ആ ഭഗവാനെയാണ് പറയണത് സുഗര രൂപനായിട്ട് വന്നിട്ട് ഭൂമിയെ ഇവിടുന്ന് രസാതലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്വയംഭൂമനു വന്നത് ഇവിടെയാണ്. ആദ്യമാണ് സ്വയംഭൂമനു വരുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മള് ജീവഗോസ്വാമിയുടെ ഒരു ഇതിൽ പറയുന്നുണ്ട് 2 മനുക്കൾ ഉണ്ട് എന്ന് പറയുന്നു. അല്ല സോറി, 2 വരാഹം ഉണ്ട് എന്ന് പറയുന്നു. അതായത് ശ്വേതവരാഹവും അതേപോലെ തന്നെ അത് സ്വയംഭൂ മനുവിന്റെ കാലത്ത് ആദിവരാഹം എന്ന് പറയുന്നു. പിന്നെ രക്തവർണ്ണത്തില് ഹിരണ്യാക്ഷനെ കൊല്ലാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ ആ കോപം കൊണ്ടാണ് വരുന്നത്. ഇത് അതുകൊണ്ടല്ല, ഭൂമിയെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ ആ രൂപമായപ്പോ അത് അത്രയും ഭംഗിയായിട്ടാണ് അല്ലേ വരുന്നത്. അപ്പൊ മറ്റേത് അതല്ല, ദേഷ്യത്തിലാണ് ഭഗവാൻ വരുന്നത്. അപ്പൊ ഭഗവാൻ ഒരു എന്താ പറയാ അരുണ നിറം അല്ലെങ്കിൽ എന്താ പറയാ രക്തവരാഹം എന്നാ പറയാ. അത് ചക്ഷുഷ്വ മന്വന്തരത്തിലാണെന്ന് പറയുന്നത്. ചക്ഷുഷ്വ മന്വന്തരത്തിൽ വരുമ്പോ അത് വരുന്നത് 6ാമത്തെ. ഇപ്പൊ നമ്മൾ നടക്കുന്നത് വൈവസ്വത മന്വന്തരാണ്. അത് 6ാമത്തെ മന്വന്തരായിട്ടാണ് പറയുന്നത്. അപ്പോ ഭഗവാന്റെ എന്നിട്ട് ഈ വരാഹ രൂപത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വരാഹത്തിന് യജ്ഞവരാഹം എന്നാണ് പറയുക. യജ്ഞവരാഹം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനാണ് വേദങ്ങളുടെ എല്ലാത്തിന്റെയും ഉത്ഭവം ഭഗവാനിൽ നിന്നാണ്. ആ വേദങ്ങളുടെ ഉത്ഭവസ്ഥാനമായ ഭഗവാൻ എല്ലാ വേദങ്ങളും ബ്രഹ്മാവിനാണ് ആദ്യം കൊടുക്കുന്നത്. എന്നിട്ട് ആ ബ്രഹ്മാവിന്റെ ശ്വാസത്തിൽ നിന്നാണ് ഭഗവാൻ വന്നത്. അപ്പൊ ഭഗവാൻ യജ്ഞത്തിന്റെ മാത്രം പൂർണ്ണ രൂപമായിട്ടാണ് എന്താ പറയാ ഋഷീശ്വരന്മാരും എല്ലാവരും പറയണത്. അതിന് നമുക്ക് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, യസ്യൈവ നിശ്വസിത കാലം അഭാവലംബ്യ ജീവന്തി ലോമ വിലജ ജഗദണ്ഡനാഥ വിഷ്ണുർ മഹാൻ സ ഇഹ യസ്യ കലാവിശേഷ ഗോവിന്ദമാദി പുരുഷൻ തമഹം ഭജാമി. അപ്പം ഈ ഓരോ രോമകൂപങ്ങളിൽ നിന്നും ഈ എത്ര ജഗത അണ്ഡം, അതായത് ജഗദണ്ഡനാഥനാണ് ഭഗവാൻ അല്ലെ. അത്രയും അണ്ഡങ്ങൾ ഭഗവാന്റെ ബ്രഹ്മാണ്ടങ്ങള് ഭഗവാന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും വരുന്നോണ്ടിരിക്കണേ. ആ ഭഗവാൻ ഒരു, അതായത് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഒരു നമ്മൾ പറയില്ലേ ഈ മഴക്കാലത്ത് ഒരു ഈയാമ്പാറ്റ വരും. ഈയാമ്പാറ്റയും നമ്മൾക്ക് 100 വർഷം, ഈയാമ്പാറ്റയ്ക്ക് ഒരു ദിവസം. അതേപോലെ തന്നെയാണ് ഭഗവാന്റെ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ ബ്രഹ്മാവിന്റെ കാലയളവ് എന്ന് പറയുന്നത്. കാരണം ഒരു ശ്വാസത്തിൽ ബ്രഹ്മാണ്ടം വരുന്നു, വേറൊരു ശ്വാസത്തിൽ ഇതെല്ലാം ഭഗവാനിലേക്ക് പോണു. അപ്പൊ ആ ഒരു സമയം, അപ്പൊ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ ബ്രഹ്മാവിന്റെ ഇത് എന്താ പറയാ വർഷങ്ങൾ നമുക്കൊന്ന് പറയാൻ പോലും അറിയില്ല. അത്രയും ഇന്നലെ പ്രഭു പറഞ്ഞ പോലെ അത്രയും വലിയ നമ്പേഴ്സ് ആണ് അല്ലെ. പക്ഷേ ആ നമ്പർ പോലും ഭഗവാന്റെ ഒരു ശ്വാസത്തിനുള്ളതേ ഉള്ളൂ. അപ്പൊ അത്രയ്ക്കും നമ്മൾക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത ആ ഒരു ശക്തി, ആ ഒരു രൂപം. നമ്മള് ദ്വിഭുജ രൂപത്തില് ഭഗവാനെ കുട്ടിയായിട്ട് കാണുന്നു, പിന്നെന്താ അമ്മയായിട്ട്, നമ്മള് കാമുകനായിട്ട് കാണുന്നു, നമ്മള് ഭഗവാന്റെ ദാസന്മാരായിട്ടും അങ്ങനെ വാത്സല്യ രൂപത്തിൽ അങ്ങനെയൊക്കെ ഭഗവാനെ നമ്മളൊക്കെ പലതരത്തില് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലതരത്തില് നമ്മൾ സേവിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അല്ല ഭഗവാൻ. ഭഗവാൻ എന്ന് പറയുന്നത് നമുക്കൊന്നും അചിന്തനീയമാണ്. ഭഗവാൻ അജനാണ്. ആ ഭഗവാന്റെ ശക്തി വിശേഷങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വരാഹം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. കാരണം സാധാരണക്കാരനോട് ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ വരാഹ രൂപത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവര് പറയും, അയ്യേ പന്നിയായിട്ട് ജനിക്കുക, അങ്ങനെ അവര് ചോദിക്കും. കാരണം എന്താ വെച്ചാൽ അവര് എന്താണ് ഭഗവാൻ, എന്തിനാണ് ഭഗവാൻ വന്നതെന്നോ ആരാണ് ഭഗവാൻ എന്നോ മനസ്സിലാക്കണില്ല. ഭഗവാന്റെ നമുക്കറിയാം എല്ലാ ഗുണങ്ങളും തികഞ്ഞത്, എല്ലാ ഗുണങ്ങളും തികയല്ല, എല്ലാ ഗുണങ്ങളും വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ്. എല്ലാത്തിന്റെയും സൃഷ്ടി ഭഗവാനിൽ നിന്നാണ്. സ്രോതസ്, ഈ എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ് ഭഗവാനാണ്. അപ്പോ അങ്ങനെയുള്ള ഭഗവാൻ ആ വരാഹ രൂപത്തിൽ വന്നത് എന്തിനാണ്? ഭൂമിയെ രക്ഷിക്കാൻ. ആദ്യത്തെ വരാഹത്തിൽ നമ്മൾ പറയുന്നത് എന്തിനാണ്? ഹിരണ്യാക്ഷൻ. നമുക്കറിയാം
എന്താ പറയാ കശ്യപൻ പൂജ ചെയ്യുന്ന സന്ധ്യാവേളയിലാണ് ദിതി വന്നിട്ട് മക്കളില്ലാത്തതിന്റെ വിഷമം പറയണത്. അപ്പൊ അത് ആ സമയത്ത് നമ്മളെ കുട്ടികൾ ഉണ്ടാവരുത്, അവർക്ക് എന്താ പറയാ അസുര ഗുണമായിരിക്കും ആ സമയത്തെന്ന് കശ്യപന് അറിയാം. എന്നാലും എന്താ പറയാ ദിതിയുടെ ആ ഒരു അഭ്യർത്ഥന പ്രമാണിച്ച് കുട്ടി ഇതാവാണ്, കുട്ടികളെ ഗർഭാധാരണം നടത്തുമ്പോ ദിതിക്ക് തന്നെ മനസ്സിലാവാണ് ഇത് തെറ്റായി, ഇനിയിപ്പോ ഈ കുട്ടികളെ എന്താവും എന്നുള്ളപ്പോ പറയുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടെ തന്നെയായിരിക്കും ഇവര് മോക്ഷം പ്രാപിച്ചത്. അപ്പൊ അതിനും ഉണ്ട് കഥകൾ നമുക്കറിയാലേ. നേരത്തെ നമ്മൾ കണ്ടു സനകാദി മുനികൾ വരുന്നതും സനകാദി മുനികള് ഭഗവാനെ കാണാനായിട്ട് വൈകുണ്ഠത്തിൽ പോകും. അപ്പോ ഭഗവാനെ ആദ്യം അവര് നിരീശ്വരവാദികളെ പോലെയുള്ള ആളുകളായിരുന്നു. പക്ഷെ ഭഗവാന്റെ തുളസീദളത്തിന്റെ ആ വാസന അവർക്ക് എന്നാണോ അത് ആസ്വദിക്കാൻ പറ്റിയ അന്ന് തൊട്ട് അവര് ഭഗവാന്റെ ഭക്തന്മാരാവാണ്. അങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടി വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തുമ്പോഴാണ് 6 കവാടങ്ങൾ കടന്നു. കാരണം കുട്ടികളാണല്ലോ അവര്. 6 കവാടങ്ങൾ കടന്നപ്പോഴും അവരെ ആരും തടഞ്ഞില്ല. അതേസമയം 7ാമത്തെ കവാടത്തിൽ എത്തിയപ്പോ ജയവിജയന്മാര്, അതും ഭഗവാന്റെ ഒരു ലീലയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഭഗവാന്റെ വീര്യരസം, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഞാൻ. വീര്യരസം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ ഒരു ലീല അവിടെ നടത്തിയതെന്നാണ്. അങ്ങനെ ജയവിജയന്മാര് അവിടെ നിന്നിട്ട് ഈ കുട്ടികളെ തടഞ്ഞപ്പോ ആ അവര് കുട്ടികളല്ല ശരിക്കും, പക്ഷെ അത്രയും മഹായോഗികളാണ്. അപ്പൊ അവർക്ക് മനസ്സിലാവാണ് ഈ ഭഗവാന്റെ കാവൽക്കാരായിട്ട് നിൽക്കാൻ യോഗ്യതയുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഭഗവാന്റെ മുമ്പിൽ വരുന്ന ഭക്തന്മാരെ, കാരണം അത്ര എളുപ്പത്തിലൊന്നും അവിടെ എത്താൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ അവരെത്തിയത് എങ്ങനെയാ? അവരുടെ അഷ്ടാംഗ യോഗ, അവരൊക്കെ അത്രയും യോഗികളാണ്. അപ്പൊ ആ യോഗശക്തിയിലാണ് അവരവിടെ എത്തുകയാണ്. അപ്പൊ അത്രയും അവിടെ എത്തിയിട്ടുള്ള ആൾക്കാരുടെ നേരെ ഇത്രയും മോശമായിട്ട് പെരുമാറുക എന്ന് പറയുന്നത് ഭഗവാന് പോലും നാണക്കേടാണ്. കാരണം ഭഗവാന്റെ കാവൽക്കാരായിട്ട് നിന്നിട്ട് ഭഗവാന് തെറ്റായിട്ട് വിധത്തിൽ അവര് പെരുമാറുന്നത് ഭഗവാനല്ലേ അതിന്റെ മോശം. അത് സനകാദി മുനികൾക്ക് തോന്നുകയാണ്. ഇതെല്ലാം ഭഗവാൻ അറിയാം, പക്ഷെ ഭഗവാൻ അതെല്ലാം അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാണ്ട് അവിടെ കിടക്കുകയാണ്. അങ്ങനെ ഇവർക്ക് ആ ദേഷ്യം വന്നിട്ട് അവരങ്ങനെ ശപിക്കുകയാണ്. അതായത് അസുര ഗുണങ്ങൾ കാണിച്ച് നിങ്ങള് ഭൂമിയില് അസുരന്മാരായിട്ട് ജനിക്കട്ടെ. അങ്ങനെ അവര് അസുരന്മാരായിട്ട് ജനിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. അപ്പോ ഹിരണ്യകശിപു നമുക്കറിയാം ഭഗവാന്റെ തന്നെ നരസിംഹാവതാരത്തിലാണ് ഹിരണ്യകശിപുവിന് മോക്ഷം കിട്ടുന്നത്. ഹിരണ്യാക്ഷൻ ഭയങ്കര ശക്തിമാനാണ്. അപ്പൊ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ ആരുമില്ല, ആരാ ഉള്ളത് എന്ന് ചോദിച്ചു വരുണദേവനെ ഒരിക്കൽ പിടിക്കും. അപ്പൊ വരുണദേവൻ പറയും, എല്ലാ ദേവന്മാരെയും തോൽപ്പിക്കുന്നുണ്ട്. വരുണദേവനെ പിടിക്കുമ്പോ വരുണദേവൻ പറയും, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊരു പാവാണ്, എന്നെ വിട്ടോളൂ, നിങ്ങൾക്ക് പറ്റിയ ഒരാളുണ്ട്, അത് ആ ആളിപ്പോ രസാതലത്തിലേക്ക് പോയിട്ടുണ്ട്, അവിടെ നിന്ന് ഇപ്പോഴെന്നല്ല രസാതലത്തിൽ നിന്ന് ഭൂമിയൊക്കെ പൊക്കിയിട്ടുള്ള ആളാണ്, അദ്ദേഹമായിട്ട് യുദ്ധം ചെയ്തോളാൻ പറയും. അങ്ങനെ ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലായിടത്തും 14 ലോകം നടന്ന് അങ്ങനെ കാണുമ്പോ എന്താ ഒരു വരാഹ രൂപത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. ഭഗവാനെ വരാഹ രൂപത്തിൽ കാണുമ്പോ ആദ്യം ആരാണ് ഹിരണ്യാക്ഷന് ഒരു തമാശയാ തോന്നണേ. ഇതാണോ ഹരി എന്ന് പറയണത്? ഈ ഹരിയാണോ എന്നെ ഇതാക്കാൻ പറ്റിയാന്ന് തോന്നുകയാണ്. അപ്പോ വേണ്ടന്നെ ഭഗവാൻ അവിടെ നിന്നിട്ടൊന്നുകൊണ്ട് ഗർജിക്കുകയാണ്. ഗർജിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു തമാശ രൂപത്തിലാണ് ഹിരണ്യാക്ഷനായിട്ടുള്ള യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ആ യുദ്ധം ചെയ്ത് അവസാനം സന്ധ്യാവാറായി. സന്ധ്യയ്ക്ക് അസുരന്മാർക്ക് ശക്തി കൂടുമല്ലോ. അപ്പൊ ബ്രഹ്മദേവൻ പറയും, ഭഗവാനെ ഇനി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ശക്തി കൂടും, അങ്ങനെ എന്തെങ്കിലും അവനെ ഒന്ന് വധിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ ഹിരണ്യാക്ഷനെ വധിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഭഗവാൻ എങ്ങനെ തല അങ്ങോട്ട് കുടയുകയാണ്. അപ്പൊ ആ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണ്ട ഭഗവാന്റെ, അല്ലെ? അത്രയും വലിയ എന്താ പറയാ ഇതാണല്ലോ, പർവ്വതം കണക്കല്ലേ ഭഗവാൻ നിൽക്കണേ. ആ ഇതങ്ങോട്ട് കുടയുമ്പോ അപ്പൊ സത്യലോകം, തപോലോകം, ബ്രഹ്മലോകത്തിലുള്ള ആളുകൾക്കെല്ലാം ആ ഇത് എന്താ പറയാ ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള ആ ജലം, അതായത് തീർത്ഥം എന്നല്ലോ ഭഗവാന്റെ എന്ന് പറയുമ്പോ, അത് മുഴുവനും അങ്ങനെ അങ്ങോട്ട് തളിച്ചത് എന്തിനു തുല്യാന്നാ പറയണതെന്ന് വെച്ചാൽ ഗംഗാദേവി ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണല്ലോ വരുന്നത്. ആ ഗംഗയ്ക്ക് തുല്യമായിട്ടുള്ള ആ എല്ലായിടത്തും പരിശുദ്ധമാക്കി ഭഗവാന്റെ ആ തീർത്ഥം തളിച്ചതോടുകൂടെ എന്ന് പറയുന്നു. അപ്പൊ ആ ഭഗവാൻ
ആ വരാഹമൂർത്തി അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ഭൂമിയെ എടുത്ത് പൊക്കി ഭൂമിയുടെ സ്ഥാനത്ത് വെച്ചു. അപ്പൊ ഈ ബ്രഹ്മാണ്ടം നമുക്കറിയാം വളരെ വലുതാണെന്നല്ലേ അല്ലെ? ആ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാൻ. അല്ലെങ്കിൽ പിന്നെ സത്യലോകം വരെ എത്തില്ലല്ലോ. അപ്പൊ ആ സത്യലോകം വരെ ഭഗവാൻ ഉണ്ട്, ആ നിപ്പുണ്ട് എന്നുള്ളതാണ്. അത്രയും ഭീമാകാരമായ ആ ഭഗവാനെ നമ്മള് എന്താ പറയാ, എങ്ങനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. അപ്പൊ ദേവന്മാര് സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ, അങ്ങയുടെ ഈ ശരീരം എന്ന് പറയണത് യജ്ഞത്തിന്, അതായത് അങ്ങ് എല്ലാ ദേവന്മാരുടെയും ദേവനാണ്. അങ്ങയുടെ ഈ ശരീരത്തിൽ ഞങ്ങൾക്ക് യജ്ഞത്തിന് വേണ്ട എല്ലാം കാണാൻ പറ്റുന്നു എന്നാ പറയുന്നത്. അങ്ങനെ ഭഗവാനെ യജ്ഞവരാഹം എന്ന് പറയും. അതായത് യജ്ഞങ്ങൾക്ക് എല്ലാത്തിനും തുടക്കമായിട്ട്, അതായത് ഗായത്രി മന്ത്രം ഭഗവാന്റെ ത്വക്കിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ ഈ വായ്, നാക്ക്, അതെല്ലാം നമുക്ക് ഈ യജ്ഞത്തിന് വേണ്ടിയിട്ട്, യാഗത്തിന് വേണ്ടിയിട്ട് കുറെ പാത്രങ്ങളൊക്കെ, യജ്ഞത്തിന് വേണ്ട പ്രത്യേക പാത്രങ്ങളുണ്ട്. ആ ഓരോ പാത്രങ്ങളും ഭഗവാന്റെ തന്നെ ശരീരത്തിലുള്ള പല പല ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ സുഷിരങ്ങള്, അതായത് രോമത്തിന്റെ സുഷിരങ്ങളൊക്കെ യാഗ തളിക എന്ന് പറയുന്നു. കണ്ഠം എന്ന് പറയുന്നത് സോമപാത്രമാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ മായ എന്ന് പറയുന്നത് യാഗതാലമാണ്. അങ്ങനെ ഓരോന്നും ഭഗവാന്റെ കാലുകള്, അതായത് ഭഗവാൻ വരാഹരൂപത്തിന്റെയാണ് ഈ പറയണത്. അങ്ങനെ ഭഗവാന്റെ ഓരോ രോമങ്ങളില്ലേ, അതിന് കുശപ്പുല്ല്. അപ്പൊ ഇതിന് യജ്ഞത്തിന് വേണ്ടിയിട്ട് കുശപ്പുല്ല് ആവശ്യമുണ്ട്. ദർഭപ്പുല്ല് എന്ന് നമ്മൾ പറയണതാണെന്ന് തോന്നുന്നു കുശപ്പുല്ല്, എനിക്കത് അത്ര ക്ലിയർ അല്ല. അപ്പോ അതായത് ഈ ഭഗവാൻ യജ്ഞരൂപത്തിൽ വന്നത് തന്നെ എന്തിനാണ്? യജ്ഞത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഭഗവാനിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രഭുപാദ എന്താ പറഞ്ഞിട്ടുള്ള, ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നിട്ടുള്ള നാമസങ്കീർത്തന യജ്ഞമാണ് കലിയുഗത്തില് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ കാലത്ത് യജ്ഞം അല്ലെങ്കിൽ യാഗം നടത്തണമെന്നുണ്ടെങ്കിൽ സ്ഥലശുദ്ധി ഇല്ല. അതുപോലെ തന്നെ മന്ത്രശുദ്ധി അറിയണവര് വേണം, സ്ഥലശുദ്ധി വേണം, സാധനങ്ങൾക്ക് ശുദ്ധി വേണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കലിയുഗത്തില് വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്കറിയാം, കിട്ടുന്ന എണ്ണ ഏതൊക്കെയോ നമ്മൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ക്ലിയർ അല്ല. അതായത് വറുത്ത എണ്ണ ശുദ്ധീകരിച്ചാണ് അത്രയും നമുക്ക് അമ്പലത്തിലൊക്കെ ഒഴിക്കാനായിട്ട് തരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ പെട്രോളിയത്തിന്റെ ബാക്കി വരുന്നത്, അങ്ങനെയൊക്കെയാണ് എണ്ണ പോലും കത്തിക്കാൻ കിട്ടണത് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ മായമാണ്. ഈ മായമായിട്ടുള്ള സാധനങ്ങൾ, പിന്നെ നമുക്കറിയാം സ്ഥലങ്ങൾക്കൊന്നും ഇപ്പൊ ശുദ്ധിയില്ല. ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ആ സ്ഥലത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സ്ഥലത്തിന് ശുദ്ധിയില്ല. പിന്നെ മന്ത്രോച്ചാരണം, വേദമന്ത്രങ്ങള് തെറ്റാണ്ട് ഉച്ചരിക്കാൻ കഴിയണ ആളുകള് ഈ കലിയുഗത്തിൽ വളരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെ ഈ ഒരു കലിയുഗത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നതാണ് നാമസങ്കീർത്തനത്തിൽ കൂടെ മാത്രം നമുക്ക് ഭഗവാന്റെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നമുക്ക് ചൈതന്യ മഹാപ്രഭു, നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം പ്രഭുവിന്റെ, അതായത് മഹാപ്രഭുവിന്റെ ഈ ടീച്ചിങ്സ് അല്ലെ, നമ്മൾക്ക് ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങള് നമ്മളെ പോലെ കുറച്ച് പേർക്കെങ്കിലും ഗുരുവായൂരപ്പന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഈ കാലത്ത് നമുക്ക് നാമസങ്കീർത്തനം മാത്രം മതി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ മഹാമന്ത്രം മാത്രം മതി നമുക്ക് ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്താനുള്ള ഒരു പിടിവള്ളിയായിട്ട്. അപ്പൊ ആ പിടിവള്ളിയില് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാനെ എത്രത്തോളം നമ്മളെ നാമസങ്കീർത്തനത്തിൽ കൂടെ അല്ലെങ്കിൽ നാമജപത്തിൽ കൂടെ നമുക്ക് സാധിക്കുമോ, 16 മാല മിനിമം ജപിക്കണം. എന്നാൽ അതിലും കൂടുതൽ നമ്മളെ കൊണ്ട് ജപിക്കാൻ സാധിച്ചാൽ ആ ജപത്തിൽ കൂടെ വേണം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ. മനസ്സ് മലിനമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ഭൗതികതയിലും നമുക്ക് ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞു ഇപ്പൊ ആരെങ്കിലും പറഞ്ഞു വരുമ്പോഴും നമ്മൾ എന്തിനാ ചെവി കൊടുക്കണേന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആ മാലിന്യം ഉണ്ട്. അപ്പൊ ആ മാലിന്യം മുഴുവനും തുടച്ചു നിർത്തിയാക്കി നമ്മളൊക്കെ പരിശുദ്ധ ഭക്തന്മാരായി, അത് വേറെ കാര്യം. അപ്പൊ അത്ര എളുപ്പമൊന്നും നമ്മളെ കൊണ്ട് പരിശുദ്ധ ഭക്തരാക്കാൻ ഭഗവാനും അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ സാധാരണ ജീവാത്മാക്കള് അത്രയും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇത്രയെങ്കിലും ഒക്കെ ഭഗവാനെ കുറിച്ച് അറിയാനും
ഈ ഗുരുപരമ്പരയിൽ വരാനായിട്ടും ഗുരുവിന്റെ മഹാത്മ്യം, അതായത് നമ്മുടെ ശ്രീല പ്രഭുപാദയുടെ ആ ഒരു അനുഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഭഗവാനെ മനസ്സിലാക്കിക്കാനായിട്ടുള്ള എത്രയോ കഷ്ടപ്പെട്ടിട്ടാണല്ലേ ഈ ഒരു കൃഷ്ണാവബോധം എന്ന് പറഞ്ഞ ഒരു ഇത് വന്നത്. അപ്പൊ ആ കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ സാധിച്ചത് ഭഗവാന്റെ കാരുണ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ എത്രയോ ആളുകളുണ്ട്, നമ്മൾ എത്ര പറഞ്ഞാലും അവരാരും വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിന് അവർക്ക് പറ്റാത്തത് ഭഗവാന്റെ കാരുണ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഗുരുവിന്റെയും ഭഗവാന്റെയും കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പലതരം യജ്ഞങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഒരു 7 തരം യജ്ഞങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വാജപേയ യജ്ഞം, ഉക്തം, അഗ്നിസ്തമം എന്നൊക്കെ പറഞ്ഞിട്ട് അതിരാത്രമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ, ഇന്ന ദിക്കിൽ ഇങ്ങനെ അതിരാത്രം നടക്കുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഈ യജ്ഞങ്ങളെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുന്നതിന് തുല്യമാണ് ഏകാദശി വ്രതം എടുക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ട് പല ഏകാദശികളുടെ കഥകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്ര വാജപേയ യജ്ഞം ചെയ്തതിന് തുല്യമാണ്, അല്ലെങ്കിൽ ഇത്ര അതിരാത്രം ചെയ്തതിന് തുല്യമാണ് ഈ എന്താ പറയാ ഏകാദശി വ്രതം എടുക്കുന്നത് എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ആ ഏകാദശി വൈഷ്ണവരുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അതാണ്. ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ കൂടെ, ഭഗവാന്റെ സ്തുതി, നമ്മളെപ്പോഴും ഭഗവാന്റെ നാമജപത്തിൽ കൂടെയും ഏകാദശി വ്രതത്തിൽ കൂടെയും 4 യമനിയമങ്ങൾ പാലിക്കുന്നത് കൂടെ നമ്മള് അത്യാവശ്യം ഒരു താപസികന്റെ ഒരു ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് ഇപ്പൊ നമ്മൾ എത്ര സമയം നമുക്ക് ഒരു കുറച്ച് സമയം കിട്ടിയാൽ നമ്മൾ അപ്പൊ ചിന്തിക്കേണ്ടത് എന്താ, ഈ ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 7 മിനിറ്റ് ഉണ്ടെങ്കിൽ എനിക്കൊരു മാല ജപിക്കാം. അപ്പൊ ആ മാല ജപിച്ചാൽ അത്രയും നമ്മുടെ ചിന്തകൾ അതിലേക്ക് വരും. അങ്ങനെ വന്ന് നമ്മളെ കൊണ്ട് എത്രത്തോളം മാല ജപിച്ച് ഭഗവാന്റെ കാര്യത്തിന്, ഭഗവാന്റെ ഇതുണ്ടല്ലേ കഥകള്, ഭഗവാന്റെ ഭാഗവത ശ്രവണം, ഭഗവത്ഗീത ഭഗവാന്റെ തന്നെ വാണിയാണ്, ഭഗവത്ഗീത വായിക്കുക, പിന്നെ എന്താ പറയാ ഭക്തന്മാരായിട്ടുള്ള സംഘം ചേരുക, ഇതെല്ലാം ആയി കഴിഞ്ഞാൽ തന്നെ നമ്മള് ഭഗവാന്റെ ആ ഭൗതികതയിൽ നിന്നുള്ള നമ്മുടെ കുറച്ചെല്ലാം ആ കെട്ടുപാടുകളെ നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ തീവ്രേണ ഭക്തി യോഗേന എന്നാണ് ഭഗവാൻ പറഞ്ഞത് അല്ലെ. തീവ്രമായ ഭക്തിയോട് കൂടിയാണ് എപ്പോഴും നമുക്ക് എന്തും സാധിക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഈസി ആയിട്ട് എല്ലാം എടുക്കാൻ പറ്റുന്ന നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ നമ്മള് എല്ലാവർക്കും അറിയാവുന്ന തന്നെ, എന്നാലും പറയണമെന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഭൗതികതയിലാണെങ്കിൽ കൂടെ നമുക്ക് ഭഗവാന്റെ കാരുണ്യം ഇല്ലാണ്ട്, അല്ലെങ്കിൽ നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ നല്ല നല്ല പൊസിഷനിൽ എത്തണം എന്നുള്ള. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് IAS പഠിക്കണം എന്നുണ്ടെങ്കിൽ എത്രയോ അവര് പ്രാവശ്യം എക്സാം ട്രൈ ചെയ്തിട്ടാണ് അവർക്കൊന്ന് അതിന്റെ ഇത് പാസ്സാവാൻ സാധിക്കുന്നത്. അത്രയും ഈ ഭൗതികതയിൽ ബുദ്ധിമുട്ടുമ്പോ ഭഗവാന്റെ അടുത്ത് എത്തണമെന്ന് നമ്മൾ എത്രത്തോളം മുന്നോട്ട് വരണം, എത്രത്തോളം ഭഗവാന്റെ കാര്യങ്ങൾ അറിയണം, എത്ര അറിഞ്ഞാലാ മതിയാവുക. കാരണം ഭഗവാൻ അത്ര എളുപ്പമൊന്നും നമുക്ക് കിട്ടില്ല എന്ന് നമ്മൾക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ വരാഹ രൂപത്തിൽ കൂടെ ഇവിടെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നുണ്ട്. നമോ നമസ്തേ അഖില മന്ത്രദേവത ദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനെ വൈരാഗ്യ ഭക്ത്യാത്മ ജയാനുഭാവിത ജ്ഞാനായ വിദ്യാ ഗുരവേ നമോ നമ. അങ്ങനെ ഭഗവാനെ എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുകയാണ്. കാരണം ഈ കണ്ട ഭഗവാന്റെ ആ വരാഹ രൂപം കണ്ടപ്പോ എല്ലാ ദേവന്മാരും എല്ലാവരും ഭഗവാനോട് പറയാണ്, അങ്ങാണ് എല്ലാ അഖില മന്ത്ര ദേവത, എല്ലാ മന്ത്രങ്ങളുടെയും ദേവത, എല്ലാ വേദമന്ത്രങ്ങളുടെയും ഉറവിടം ഭഗവാനിൽ നിന്നാണ്. എല്ലാം ദ്രവ്യായ സർവക്രതവേ ക്രിയാത്മനെ, ദ്രവ്യങ്ങൾ അതായത് യജ്ഞത്തിന് വേണ്ട സകല സമാന സാധനങ്ങളും ഭഗവാനിൽ തന്നെയാണുള്ളത്. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാനെ ജ്ഞാനവിദ്യ ഗുരവേ, ജ്ഞാനത്തിന്റെ മുഴുവനും ഉറവിടം ഭഗവാനാണ്. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കണു. നമോ നമ. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കണം. അപ്പൊ ഭഗവാൻ എങ്ങനെയാ ഭൂമിദേവി എടുത്തിട്ട് ചെയ്തത്? ആ ഭൂമിദേവിയെ അവിടെ നിന്ന് എടുത്തിട്ട് ഭൂമിയുടെ സ്ഥാനം ഉണ്ട് അല്ലെ, ഗ്രഹങ്ങളെല്ലാം ഈ ഓരോ നമുക്കറിയാം. ഇപ്പൊ എന്താ പറയാ, സൂര്യൻ ഭൂമിയുടെ എത്രയോ ഇരട്ടി ഭാരമുള്ളത് ആ സൂര്യൻ. ആ സൂര്യനും അവിടെ സ്ഥാനം തെറ്റാണ്ട് തന്നെ ചലിക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് മുഴുവനും ഭഗവാന്റെ തന്നെ ശക്തിയാണ്. അല്ലെങ്കിൽ ഭഗവാൻ നമ്മൾക്ക് ഇതിൽ പറയുന്നുണ്ട്, ഏതാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ, ഭഗവാന്റെ ആ എന്താ പറയാ ആ ശക്തി വിശേഷണം കൊണ്ടാണ് എല്ലാ ഗ്രഹങ്ങളും അതാതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അപ്പൊ ആ ഭഗവാൻ വരാഹ രൂപത്തില് സാധാരണ എന്താ പറയാ ഈ
സാധാരണ ഇപ്പൊ ഈ ഭൂമിയിലേക്ക് അവതരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ജീവസത്യമായിട്ട് മാത്രമേ അവതരിക്കാൻ പറ്റുള്ളൂ. ഒരു സാധാരണ ഒരു പന്നിയുടെ രൂപത്തിൽ ഭഗവാൻ വന്നു എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ ഓരോ അവതാരവും നിർവഹിച്ച വിശേഷ കർമ്മവും വിശദീകരിച്ചിരിക്കുന്നു. അതായത് ഭഗവാൻ ഓരോ അവതാരങ്ങൾ ചെയ്യുന്നതും പ്രത്യേകിച്ചുള്ള വിശേഷപ്പെട്ട ഓരോ കർമ്മങ്ങൾക്കായിട്ടാണ്. അതെല്ലാം നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തരികയാണ് നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ എത്തേണ്ടത്, ഭഗവാൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഭഗവാനെ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് മനസ്സിലാവുള്ളൂ. പിന്നെ പറയണു, സവിശേഷമായ കർമ്മമില്ലാതെ യാതൊരു അവതാരവുമില്ല. ഇപ്പൊ ഭഗവാൻ അനേകം അവതാരങ്ങള്, എണ്ണിയാലൊടുങ്ങാത്തത്, തിരമാലകളിലെ തിരകളെ പോലെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ നമ്മൾ പറയുന്നു. അതില് പ്രധാനപ്പെട്ട കുറച്ച് അവതാരങ്ങള് 10 അവതാരം ജയദേവ കവികൾ പറയുന്നുണ്ട്. അതായത് അത്രയും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത്. പിന്നെ നമുക്കിവിടെ ഈ ഭാഗവതത്തിൽ തന്നെ നമുക്കറിയാം, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഭഗവാന്റെ ചില അവതാരങ്ങൾ മാത്രമായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഭഗവാന്റെ അവതാരങ്ങളൊന്നും ഒരിക്കലും നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. എന്തിനാണ് ഭഗവാൻ ആ അവതാരം എടുത്തതെന്നാ പറഞ്ഞത്? സവിശേഷ കർമ്മങ്ങൾ, പ്രത്യേകമായിട്ടുള്ള ഓരോരോ കർമ്മങ്ങൾക്കായിട്ടാണ്. നമുക്ക് ഇപ്പോ ഭഗവാന്റെ അംശാവതാരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രഭുപാദയെ പറയാം അല്ലെ. പ്രഭുപാദയുടെ ആ ഒരു അവതാരത്തിൽ കൂടിയാണ് ഇപ്പോ നമ്മളുടെ ഇല്ലാന്ന് പോയ ആ ശാസ്ത്രാനുസരണമായ ജീവിതത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ ഓരോ ശക്തിയായിട്ട് ഭഗവാൻ ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. ഓരോരോ ശക്തി, ജ്ഞാനമായിട്ടും എന്താ പറയാ അറിവായിട്ടും ഭക്തിയായിട്ടും, അങ്ങനെ അംശാവതാരം, ശക്തിയാവേശാവതാരം, അങ്ങനെ ഓരോരോ അവതാരങ്ങൾ ഭഗവാൻ എടുക്കുന്നത് എന്തിനാണെന്നാ പറയണത്? ഈ എല്ലാ കർമ്മങ്ങളും ശരിയായിട്ടുള്ള സവിശേഷ കർമ്മമില്ലാതെ ഒരു അവതാരവും ഭഗവാൻ എടുക്കുന്നില്ല. ഭഗവത് ലീലകൾ സദാ അസാധാരണവും. നമുക്കറിയാം ഭഗവാന്റെ ലീലകളിൽ ഒന്നാണ് മത്സ്യമായിട്ട് ഭഗവാൻ അവതരിച്ചു, കൂർമ്മമായിട്ട് ഭഗവാൻ അവതരിച്ചു. ആ കൂർമാവതാരത്തിൽ തന്നെ എത്ര ഭാഗങ്ങളായിട്ട് ഭഗവാൻ വരുന്നുണ്ട് അല്ലെ. അതിലൊന്നാണ് അജിതൻ. അതും നമുക്കൊരു മന്വന്തരത്തിൽ ഭഗവാൻ വരുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ പല പല ലീലകളാടുന്നുണ്ട്. നരസിംഹം ഒരു ഭക്തന് വേണ്ടിയിട്ട് മാത്രം, ആ ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ഒരു നരസിംഹ രൂപം എടുത്തു വന്ന ആളാണ് ഭഗവാൻ. അത്രയും ഭക്തവത്സലനാണ് ആ ഭഗവാൻ. അങ്ങനെയുള്ള ഓരോ ലീലകളും ഭഗവാൻ എന്തിനാണ് ചെയ്യുന്നത്? ഓരോ ജീവസത്തയ്ക്ക് വേണ്ടി വരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. അതാണ് ഭഗവാൻ പറയുന്നത്. ഏതൊരു ജീവസത്തയ്ക്കും നിർവഹിക്കാൻ അസാധ്യമായതാണിത്. സാധാരണ ജീവസത്തകൾക്കൊന്നും ഇവിടെ രണ്ടർത്ഥം എടുക്കാം. അതായത് നമ്മുടെ ജീവസത്തകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിമിതിയുണ്ട്. അപ്പൊ നമ്മളുടെ ഉദ്ധാരണത്തിനും വേണ്ടിയിട്ടും ഭഗവാൻ ചെയ്യാം. പിന്നെ ഭഗവാൻ ഒരു സാധാരണ ജീവസത്ത അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമോന്നതനാണ്, വിഭുവാണ്, നമ്മള് അണുവാണ്. ആ ഒരു ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ട്. ഭഗവാൻ എല്ലാവരിലും ഉണ്ട്, പക്ഷെ ഭഗവാൻ ഒന്നിലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാൻ സർവാതിശായിയാവുന്നു. ഏതൊരു ജീവസത്തയ്ക്കും അസാധ്യമായതാണ്. അശുദ്ധ വിഷയങ്ങളുടെ അതിശക്ത തലങ്ങളിൽ നിന്ന് പൃഥ്വിയെ വീണ്ടെടുക്കാൻ പരമദിവ്യോത്തമ പുരുഷന് അവതാരം എടുക്കേണ്ടി വന്നു. അതായത് അശുദ്ധ വിഷയങ്ങളുടെ അതിശക്തമായ പൃഥ്വിയെ, സ്ഥലത്തായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത്. ആ ഭൂമിയെ വീണ്ടെടുക്കാൻ ഭഗവാൻ വരാഹരൂപം എടുത്ത പോലെ തന്നെ നമ്മളുടെ മനസ്സിൽ കിടക്കുന്ന അശുദ്ധമായ എല്ലാത്തിനെയും ഈ വരാഹാവതാരം കേട്ടും ഭഗവാനെ സ്തുതിച്ചിട്ടും മാറാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷൻ ഈ അത്ഭുതത്തെ അത്തരം അശുദ്ധ സ്ഥലത്ത് ഭൂമിയെ ഒളിപ്പിച്ച അസുരന്മാർക്ക് കാട്ടിക്കൊടുത്തു. പരമദിവ്യോത്തമ പുരുഷന് അസാധ്യമായിട്ടൊന്നുമില്ല. ഭഗവാന് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അതാണിപ്പോ നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. ഒന്നുമില്ല. വരാഹമായി അദ്ദേഹം അവതരിച്ചുവെങ്കിലും സദാ അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തെ ഭക്തർ ആരാധിക്കുന്നു. ഭഗവാൻ വരാഹ രൂപം എടുത്താലും ഏത് രൂപം എടുത്താലും ഭഗവാൻ അപ്പോഴും ഗോലോക വൃന്ദാവനത്തില് ഇങ്ങനെ എന്താ പറയാ സന്തോഷമായിട്ട് നമ്മളെ ഓരോ ജീവസത്തയ്ക്കും വേണ്ടിയിട്ട് ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുക്കണമെന്നുള്ളൂ. ഭഗവാൻ എപ്പോഴും പൂർണ്ണമായി തന്നെ അവിടെ നിലകൊള്ളുകയാണ്. അപ്പൊ ആ ഭഗവാന്റെ വരാഹാവതാരത്തിന് എല്ലാവർക്കും ഭഗവാന്റെ വരാഹാവതാരത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദ ജയ ശ്രീല പ്രഭുപാദ കി ജയ. ശ്രീ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്ദി മാതാജി, നന്ദി. വളരെ നല്ല ക്ലാസ്. നന്ദി മാതാജി.
താങ്ക് യു പ്രഭു. താങ്ക്സ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. വളരെ നല്ല ക്ലാസ് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ചോദിക്കാം. ആ, ഹരേ കൃഷ്ണ. അറിയേണ്ടതാണെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. അതെ മാതാജിയുടെ ഹരേ കൃഷ്ണ. മാതാജിയുടെ ആ പ്രസന്നമായ മുഖവും ചിരിയും തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളിലേക്ക് ആവാഹിച്ച ആ ഭഗവാനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു പ്രസാദം. വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പിക്കണം ഭഗവാന്. നമുക്ക് വൃന്ദാവനേശ്വരി മാതാജിക്ക് വേഗം അസുഖമെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വൃന്ദാവനേശ്വര മാജി ഇന്ന് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് ചെയ്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എന്തോ 3 ദിവസം ഇനി ഇഞ്ചക്ഷൻസ് ഉണ്ട്. അതിന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. മെയിൻ ഹോസ്പിറ്റലിൽ നിന്ന് മാതാജി ഇന്ന് ഡിസ്ചാർജ് ആണ്. മാജിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. കഥാമത പ്രഭു എന്തെങ്കിലും പറയാനുണ്ടോ? മൈക്ക് മ്യൂട്ട് അൺമ്യൂട്ട് ആണ്. കൊണ്ടുവിട്ടിട്ട് പോയാ. ഓക്കെ മാജി, ക്ലോസ് ചെയ്യാം. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.